ബാങ്കുകളിൽ കയറി ഇറങ്ങി മടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന വീട്ടമ്മമാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ കുടുംബശ്രീ ഗ്രൂപ്പുകൾ വഴി വലിയ തുകയുടെ വായ്പകൾ വളരെ കുറഞ്ഞ പലിശയ്ക്ക് നോക്കുന്നവരാണോ? നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. കേരള പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അഥവാ OBC വിഭാഗത്തിലും ന്യൂനപക്ഷ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങൾക്കുള്ള വായ്പാ പദ്ധതികൾ 2026 വിപുലീകരിച്ചിരിക്കുകയാണ്. വെറും 4% മുതൽ 6% വരെയുള്ള പലിശ നിരക്കിലാണ് സ്ത്രീകൾക്ക് മാത്രമായി ഈ വായ്പ നൽകുന്നത്. സാധാരണ ബാങ്കുകൾ വലിയ പലിശ ഈടാക്കുമ്പോൾ സർക്കാർ നൽകുന്ന ഈ വലിയ സഹായം എങ്ങനെ സ്വന്തമാക്കാം എന്നീ വീഡിയോയിലൂടെ പറയാം. KSBCDC വഴി സ്ത്രീകൾക്ക് മാത്രമായി ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട വായ്പാ പദ്ധതികൾ ഏതെല്ലാമാണെന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തെ പദ്ധതി മഹിളാ സമൃദ്ധി യോജനയാണ്. ഇത് കുടുംബശ്രീ, CDS അല്ലെങ്കിൽ അംഗീകൃത അയൽക്കൂട്ടങ്ങൾ വഴി സ്ത്രീകൾക്ക് നൽകുന്ന ചെറുകിട വായ്പയാണ്. ഇതിൽ ഗ്രൂപ്പിലെ ഒരു അംഗത്തിന് പരമാവധി 1 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം വെറും 4% മാത്രമാണ് പലിശ നിരക്ക് എന്നതാണ്. CDS വഴിയാണ് ഈ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. വീട്ടിലിരുന്ന് തയ്യൽ കട, കോഴികളെ വളർത്തൽ, അച്ചാർ നിർമ്മാണം, ചെറുകിട കച്ചവടങ്ങൾ എന്നിവ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതിയാണിത്. രണ്ടാമത്തെ സുപ്രധാന പദ്ധതിയാണ് ന്യൂ സ്വർണിമ വായ്പാ പദ്ധതി. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതാ സംരംഭകർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി തദ്ദേശീയമായി നൽകുന്ന ഒരു പ്രത്യേക വായ്പയാണിത്. ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും. ഇതിന്റെ പലിശ നിരക്ക് വെറും 5% മാത്രമാണ്. മറ്റു ബാങ്കുകളിലെ വ്യക്തിഗത വായ്പകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പകുതിയിലധികം ലാഭമാണ്. മൂന്നാമത്തെ പദ്ധതി വ്യക്തിഗത സ്വയം തൊഴിൽ വായ്പയാണ്. ഇതിൽ 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വലിയ ബിസിനസ്സുകൾ തുടങ്ങാൻ 6% പലിശയ്ക്ക് 30 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാണ്. പുരുഷന്മാർക്ക് 8% പലിശ ഈടാക്കുമ്പോൾ സ്ത്രീകൾക്ക് 2% ഇളവ് നൽകി 6%-നാണ് ഈ തുക നൽകുന്നത്. കൂടാതെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്കായി പുനർജനി എന്ന പ്രത്യേക വായ്പയും കോർപ്പറേഷൻ വഴി നൽകുന്നുണ്ട്. ഇതിൽ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതിനൊപ്പം 20% സബ്സിഡിയും, അതായത് പരമാവധി 1 ലക്ഷം രൂപ വരെ തിരികെ അടയ്ക്കേണ്ടതില്ലാത്ത ധനസഹായവും ലഭിക്കും. ഇനി ഈ വായ്പകൾ ലഭിക്കാൻ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. KSBCDC വായ്പകൾ പ്രധാനമായും 2 വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ലഭിക്കുന്നത്. ഒന്ന് OBC അഥവാ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, 2 മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ. അപേക്ഷകരുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. മഹിളാ സമൃദ്ധി, ന്യൂ സ്വർണിമ പദ്ധതികൾക്ക് അപേക്ഷിക്കാൻ വലിയ തുകയുടെ ലോണുകൾക്ക് വരുമാന പരിധി 8 ലക്ഷം രൂപ വരെയാണ്. വരുമാനം വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വായ്പ അനുവദിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. അടുത്തതായി ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ എന്തെല്ലാം ഔദ്യോഗിക രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതണമെന്ന് പറയാം. 5 പ്രധാന രേഖകളാണ് നമ്മൾ ഇതിനായി തയ്യാറാക്കി വെക്കേണ്ടത്. ഒന്നാമതായി നിങ്ങളുടെ ജാതിയും വിഭാഗവും തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ്. രണ്ടാമതായി നിങ്ങളുടെ കുടുംബത്തിന്റെ കൃത്യമായി വരുമാനം കാണിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. മൂന്നാമതായി നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയെ ആധാർ കാർഡ്. നാലാമതായി നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ്. അഞ്ചാമതായി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ കൃത്യമായ ഒരു പദ്ധതി വിവരണം അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട്. മഹിളാ സമൃദ്ധി യോജനയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അംഗമായിട്ടുള്ള കുടുംബശ്രീ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിന്റെ സാക്ഷ്യപത്രവും CDS നൽകുന്ന ശുപാർശ കത്തും ഇതിനോടൊപ്പം കരുതണം. ഇനി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി ഇതിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വായ്പയുടെ ആദ്യഘട്ട അപേക്ഷ നൽകാൻ KSBCDC ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ വെബ്സൈറ്റ് തുറന്ന് ഇതിൽ ആദ്യം കാണുന്ന വിൻഡോ വായ്പാ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ജാതി, വാർഷിക വരുമാനം എന്നിവ കൃത്യമായി ടൈപ്പ് ചെയ്യുക. നിങ്ങൾ സ്ത്രീകളുടെ ഏത് വായ്പയാണോ ആഗ്രഹിക്കുന്നത് അത് തിരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ വഴി പ്രാഥമിക വിവരങ്ങൾ നൽകിയ ശേഷം അപേക്ഷയുടെ പകർപ്പും ഒറിജിനൽ രേഖകളും നിങ്ങളുടെ ജില്ലയിലെ ഓഫീസിൽ നേരിട്ട് എത്തിക്കണം. കുടുംബശ്രീ വഴിയുള്ള വായ്പകൾക്ക് നിങ്ങളുടെ പ്രദേശത്തെ CDS ഭാരവാഹികൾ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷ നൽകുമ്പോൾ നമ്മൾ വരുത്തുന്ന ചില തെറ്റുകളും ഒഴിവാക്കണം. പലരും ഓൺലൈനിൽ വിവരങ്ങൾ നൽകുമ്പോൾ ജാതിയും വരുമാനവും തെറ്റായി രേഖപ്പെടുത്താറുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിലുള്ള അതേ വിവരങ്ങൾ തന്നെ ഓൺലൈനിലും നൽകണം. മറ്റൊരു പ്രധാന കാര്യം, വലിയ തുകയുടെ വായ്പകൾക്ക് ആവശ്യമായ ജാമ്യ വ്യവസ്ഥകൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാണ്.